പല്ല് തേക്കുന്ന എന്തിനാണെന്ന് പഠിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ്. പല്ല് തേക്കുന്നത് പല്ലിൻ്റെ ഇനാമലിന് നമ്മൾ തിളക്കം കെട്ടാനാണ്. നമ്മുടെ പൂർവികർ ഇത്രയും ഉപ്പും മുക്കിരിയും കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരു ശകലം കുരുമുളകും കൂടെ പൊടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഊനുപഴുപ്പ് വരെ മാറുന്ന, നീര് വരെ മാറുന്ന ഒരു സംവിധാനം. അത് കഴിഞ്ഞിട്ട് അവർ പല്ല് ബ്രഷ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. എല്ലാ വീടിൻ്റെയും പരിയമ്പുറത്തോ മുമ്പശത്തോ ഒരു മൂട് ഈ കരിമ്പ് കാണും. ഈ കരിമ്പ് ആഴ്ചയിലൊരിക്കൽ എല്ലാവരും കൂടെ കുത്തിയിരിക്കുമ്പോൾ ഒരു കഷ്ണം മുറിച്ചിട്ട് എല്ലാ പിള്ളേർക്കും എല്ലാം ഓരോ കഷ്ണം കൊടുക്കും. ഇവർ ചവച്ചങ്ങ് തീഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്കിരിക്കുന്ന എല്ലാം പോയി. അതെല്ലാം ബ്രഷ് കണ്ട. പിന്നെ കൂടുതൽ പ്രശ്നമുള്ളവർക്കാണ് മാവല ഇല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ തണ്ട്, ഇതൊക്കെ ഇട്ടായിരുന്നു അവർ പല്ല് തേച്ചത്. അവരുടെ പല്ലൊക്കെ 100 വയസ്സ് വരെ അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് പുതിയ തലമുറ വന്ന് ഇത്രയും പേസ്റ്റുകളും ഇത്രയും കമ്പനിക്കാരുമായി നമ്മുടെ പല്ലിനെ സംരക്ഷിക്കാൻ സർക്കാരും കമ്പനിക്കാരും എല്ലാം കൂടി അടക്കാം. പക്ഷേ എല്ലാത്തിൻ്റെയും പല്ല് കേടാ. അപ്പൊ ഇത് എന്താ ഇതിന്റെ കാരണം? എന്താ ഈ പല്ല് കേടാവുന്നത്? നിങ്ങളുടെ പല്ല് എന്നും ഇങ്ങനെ ഇരുന്ന ഇത്രയും ദന്തിസ്റ്റുകൾ ഇവിടെ ഇറങ്ങുന്നു, ഇത്രയും ആശുപത്രി ഡോക്ടർമാർ ഇറങ്ങുന്നു, ഇത്രയും കമ്പനിക്കാരിവിടെ വരുമ്പോൾ നിങ്ങളുടെ പല്ല് നേരെ ഇരുന്നാൽ കച്ചവടം എങ്ങനെ നടക്കും? അപ്പൊ ആദ്യം നിങ്ങളുടെ പല്ല് കേടാക്കുക എന്നതുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ഇവിടെ. അതിനാണ് ഓരോരുത്തർ ഓരോ പേസ്റ്റ് കൊണ്ടിറങ്ങി. അതിൽ ഏറ്റവും വലിയ പേസ്റ്റ് നിങ്ങൾ എടുത്തോളുക. നമ്മൾ ഇന്നുള്ളതിൽ വെച്ച് വലിയവൻ കോൾഗേറ്റാണ്. ഇതിനകത്ത് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഈ ഡയറക്ഷൻ ഫോർ യൂസ്: ബ്രഷ് thoroughly അറ്റ്ലീസ്റ്റ് twice a day, ദിവസം 2 ദിവസമെങ്കിലും തേക്കുക. ഡയറക്റ്റഡ് ബൈ എ ഡെന്റിസ്റ്റ് ഓർ ഫിസിഷ്യൻ, ഒരു ഡോക്ടറോടോ ഡെന്റിസ്റ്റിനോടോ ചോദിച്ചിട്ട് ഇതെടുത്ത് തേക്കാം, അല്ല ഓടിച്ചെന്ന് നിങ്ങളെടുത്ത് തേക്കാൻ പാടില്ല. ചിൽഡ്രൻ അണ്ടർ 6 years of age ഷുഡ് ഹാവ് അഡൽട്ട് സൂപ്പർവിഷൻ. 6 വയസ്സുള്ള താഴെ കുട്ടികൾ, 6 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ പല്ല് തേക്കുമ്പോൾ മാതാപിതാക്കൾ വന്ന് മുമ്പിൽ നിന്നുകൊണ്ട് വേണം തേക്കാൻ. ഡു നോട്ട് സോളോ, വിഴുങ്ങരുത്. ഒള്ളി എ പീസ് സൈസ്ഡ് എമൗണ്ട് എടുക്കാവൂ. ഒരു പയറുമണിയുടെ അത്ര പരസ്യം കാണിക്കുന്നത് ബ്രഷ് കളഞ്ഞ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പയറുമണിയുടെ അത്ര എടുക്കാവുന്നതാണ്. ഇനി ഇൻഗ്രീഡിയൻസ്: കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുമ്മായമാണ് കാൽഷ്യം കാർബണേറ്റ്. അത് കഴിഞ്ഞിട്ട് സോഡിയം ലെറുൾ സൾഫേറ്റ്, സൾഫൂരിക് ആസിഡിന്റെ സ്ലറി. അതാണ് ഈ പേസ്റ്റിന് ഇങ്ങനെ മയമായിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ അതുപോലെ ഇരുത്തുന്നത്. അത് ആസിഡിന്റെ പണിയാണ്, അല്ലെങ്കിൽ കട്ടിയായി പോകും. മനസ്സിലായോ? അത് വായിച്ചെന്നാലോ കവിളിക്കൊണ്ടാലോ അള്ളിൽ ചെന്നാലോ അൾസർ ഉറപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പള്ളിക്കൂടത്തിൽ പഠിച്ച നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പള്ളിക്കൂടത്തിൽ പോയി മാർക്ക് മേടിക്കാനും ജോലി കിട്ടാനും അല്ല. നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അറിവിന് വേണ്ടിയല്ല. ആരെങ്കിലും ഇതെങ്ങനെ ആവുമോ? സിലിക്ക എന്ന് പറഞ്ഞാൽ പാറപ്പൊടി അല്ലെങ്കിൽ മണൽ പൊടിച്ച പൊടി എന്നാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ആലപ്പുഴ മുതൽ ചവറ വരെയുള്ള കരിമണലിനകത്ത് കുഴിച്ചെടുക്കുന്ന, കരിമണലിനകത്ത് എടുക്കുന്ന ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ BIRCയിലേക്ക് കയറ്റി വിടുന്ന ക്യാൻസർ പിടിക്കുന്ന സാധനം. അത് കഴിഞ്ഞിട്ട് സോഡിയം സിലിക്കേറ്റ്, കുപ്പിച്ചില്ല് പൊടിച്ച പൊടി. ഒരു ഡോക്ടറിനോട് ചോദിച്ചു, നിങ്ങളെന്ത് പറഞ്ഞ സോഡിയം സിലിക്കേറ്റ് കുപ്പിച്ചില്ലല്ലോ, അത് പിന്നെ ഗ്ലാസിന് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന പൊടിയാ എന്ന് പറഞ്ഞാൽ മണലും കുമ്മായം കൂടെ ഹൈ ടെമ്പറേച്ചറിൽ ഉരുക്കുമ്പോഴാണ് സോഡിയം സിലിക്കേറ്റ് ആവുന്നത്. അത് ഗ്ലാസ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഡൽഹിയിൽ 11 കമ്പനിയിൽ ചെക്ക് ചെയ്തു, 11 കമ്പനികളിൽ ചെക്ക് ചെയ്തു, ലാബിൽ, ഗവൺമെന്റ് ലാബിൽ ചെക്ക് ചെയ്തു. 11 എണ്ണത്തിലും നിക്കോട്ടിൻ്റെ അംശം കണ്ടു. എന്ന് പറഞ്ഞാൽ കുട്ടികളിത് പല്ല് തേക്കുമ്പോൾ കോൾഗേറ്റ് വിട്ടിട്ട് പല്ല് തേക്കുന്ന ഒരു കുട്ടിക്ക് പെപ്സഡന്റ് വേണ്ട, പെപ്സഡന്റ് ഇട്ട് തേക്കുന്ന കുട്ടിക്ക് കോൾഗേറ്റ് വേണ്ട. കാരണം ഓരോരുത്തർക്കും അവരുടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അത് അഡിഷൻ ഉണ്ടാക്കണം, എന്നാലേ ഇത് തന്നെ തേക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് സോഡിയം മോണോ ഫ്ലോറോ ഫോസ്ഫേറ്റ്, ഫ്ലൂറൈഡുകളെല്ലാം പല്ല്, എല്ല്, തലച്ചോറ് വരെ കേടാക്കുമെന്ന് പഠിപ്പിച്ചു നമ്മളെ. അത് കഴിഞ്ഞാൽ സോഡിയം സിലിക്കേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, കാരം, ഈ സൈസ് സാധനം, ഫ്ലേവർ, മണം, ഇതെല്ലാം കൂടെ അടിച്ചാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തന്നേ ഉള്ളൂ. സംശയം ഉണ്ട് ആർക്കും പ്രതികരിക്കാമല്ലോ. ഈ പാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ ഇതെങ്ങനെ ഞങ്ങൾ ആയുർവേദത്തിലോട്ട് പറഞ്ഞു വെച്ചാൽ ഇതാണ് ഡാബറിന്റെ ടൂത്ത് പേസ്റ്റ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോളൂ: കാൽസ്യം കാർബണേറ്റ്, അതും കുമ്മായമാണ്, സോർബിറ്റോള്, ഗ്ലിസറിൻ, സിലിക്ക. ഇതിനകത്തോണ്ട് പാറപ്പൊടി എവിടുന്നാണ്? മണൽ, പ്രകൃതി എന്നല്ലേ. അപ്പം കോടതി പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഇടപെടാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ സാധനങ്ങളാണ് ഇതിനകത്തും ഉള്ളത്. ഏതാണ്ട് നീമിനകത്തും നമ്മൾ വിചാരിക്കുക നീം എന്ന് പറഞ്ഞാൽ അരിവേപ്പെന്നാ. അതിന്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോളൂ:
ഇതിനകത്തും ഫ്ലൂറൈഡ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ്, കുമ്മായമാണ് ഇതിനകത്ത്. എല്ലാവരുടെ ഒരു സാധനമാണ് സോർബിറ്റോൾ, ഗ്ലിസറിൻ, ഹൈഡ്രേറ്റഡ് സിലിക്ക എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ പാറപ്പൊടി അല്ലെ മണൽപ്പൊടി, സോഡിയം ലിനോൾ സൾഫേറ്റ്. ഏതിനകത്താണ് വ്യത്യാസമല്ലേ? എല്ലാം ഒരൊറ്റ സാധനമാണ്. സോഡിയം മോണോ ഫ്ലോറോ ഫോസ്ഫേറ്റ് ഉണ്ട്. എല്ലാത്തിനകത്തും ഫ്ലൂറൈഡ് കൊണ്ട് പാറപ്പൊടിയും കുമ്മ ഇതൊക്കെ തേച്ചാല് നിന്റെ പല്ലിൽ ഉപ്പുണ്ടോ, കീട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കളികളൊക്കെ ഓരോ കോട്ടിട്ടോണ്ട് വരുന്ന ഡോക്ടർ അല്ല. അത് ഡോക്ടർ അല്ലെന്ന് അറിയാലോ. പാൽ, അതിന് ഉദാഹരണം പറഞ്ഞാൽ പാൽ, ഒരിക്കലും പാലിന്റെ പരസ്യം കാണിക്കുന്നതിനകത്ത് പാലില്ല, പെയിന്റ് ആണ്, വെള്ള പെയിന്റ് കോരി വെച്ചല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തട്ടിക്കുന്ന, ഇങ്ങനെ പരസ്യം കാണിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ നാടിന്റെ ആപത്ത്. മനസ്സിലായോ? എന്തും നീമായി. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആമ്മയുടെ ആയിക്കോട്ടെ എന്ന് നമ്മൾ ധരിക്കാം. ഇതാണ് ആമ്മയുടെ. ഇതിനകത്തും ഫ്ലൂറൈഡ് ഉണ്ട്, വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇതുകൂടെ ഇന്ത്യയിൽ വരുന്നതിനൊഴിച്ച് അമേരിക്കയിൽ ഇറങ്ങിയിരിക്കുന്ന ഗ്ലിസ്റ്റർ ആമ്മയുടെ ടൂത്ത് പേസ്റ്റിന്റെ പുറേ കവറിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഏതെങ്കിലും കാരണവശാൽ ഉള്ളിപ്പോകാൻ ഇടയായാൽ ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട് പോയിസൺ കൺട്രോൾ റൂമിലേക്കാണ്. ഇത്രത്തോളം വിഷമാണ് ഈ സാധനം എന്ന് എഴുതി വെക്കുകയും ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഏജന്റന്മാർ, നമ്മുടെ ബന്ധുക്കളാണ് ഏജന്റ്, കാരണം അവർ ബന്ധുക്കളൊക്കെ കൊടുക്കാമെന്ന് പറയരുത്. അങ്ങനെ ബന്ധുക്കളെല്ലാം ഏൽപ്പിച്ച് നമ്മൾ നിങ്ങളിത് പല്ല് തേച്ചിട്ട് വാഷ് ബേസിൽ തുപ്പരുത്, ഏതെങ്കിലും ചട്ടിയിൽ തുപ്പണം, കാരണം അത്രയും വിറ്റാമിൻ ഊ ആണ്. മനസ്സിലായോ? അതിന് പകരം ഇന്ന് മുതൽ നമ്മളെ വീട്ടിൽ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അരി കുത്തിയ നെല്ല് കുത്തിയ അരി എടുക്കുമ്പോൾ ഉമി കിട്ടും. ആ ഉമി നീറ്റിയാൽ ആ ഉമുക്കിരി കിട്ടും. ആ ഉമുക്കിരി ശകലം ഉപ്പും കൂടെ ഇട്ട് പല്ല് തേക്കുകയോ, ശകലം ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് പല്ല് തേക്കുകയോ ചെയ്താൽ നമ്മുടെ പല്ല് അതുമല്ലിക്കും. നിങ്ങളുടെയൊക്കെ പണ്ടത്തെ പല്ലുകളെല്ലാം ഇപ്പോഴും അതുമല്ലിക്കും. ഇപ്പോഴത്തെ പല്ലിനകത്ത് നിങ്ങൾ പേസ്റ്റ് ഇട്ട് തേച്ചാൽ ഉള്ള പല്ല് മാത്രമല്ല പോന്നെ, നിങ്ങളുടെ ആമാശയം വരെ കേടാക്കും.